ഹലോ, ഡെയിലി ഡോസ് ഓഫ് സ്പൈസസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യം ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അടിച്ചു പൊളിക്കാനായിട്ട് കൊല്ലത്ത് ആശ്രാമം മൈതാനത്ത് കൊല്ലം മഹോത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡിസംബർ 5-നാണ് കൊല്ലം മഹോത്സവം ഉദ്ഘാടനം ചെയ്തത്. ഇതിലെ മെയിൻ ആയിട്ട് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഫ്രണ്ടിൽ കാണുന്ന ടൈറ്റാനിക് കപ്പലിന്റെ ആ മോഡലാണ്. നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ കറക്റ്റ് ഒരു കപ്പൽ നിൽക്കുന്ന കണക്ക് തന്നെ തോന്നും. അപ്പോൾ അങ്ങനെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ടൈറ്റാനിക് കപ്പൽ മാത്രമല്ല, ഗുണ കേവും ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ കുറെ വിശേഷങ്ങൾ കണ്ടാലോ. ടിക്കറ്റ് ചാർജ് 100 രൂപയാണ്. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഫുൾ ചാർജ് തന്നെയാണ് ഇവിടെ ഈടാക്കുന്നത്. അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്താണ് കേട്ടോ. കപ്പലിനകത്ത് എത്തിപ്പെട്ട ഒരു ഫീലിംഗ് ആണ്. ആ കോറിഡോറിലൂടെ നമ്മൾ നടക്കുന്നതൊക്കെ ആ 2 സൈഡിലുമായിട്ട് വാതിലുകളും റൂംസിന്റെ വാതിലുകളൊക്കെ ആയിട്ട് തോന്നും. അപ്പോൾ നല്ല രീതിക്കാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് അപ്പർ ഡെക്കിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെയർസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മുകളിലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. നമുക്ക് കപ്പൽ ഒന്ന് ഓടിച്ചു നോക്കാനുള്ള ഒരു ഫെസിലിറ്റി ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ അതൊരു നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day അപ്പർ ഡെക്കിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇനി പോകുന്നത് കപ്പലിനുള്ളിലേക്കാണ്. Life lessons come one in a dozen. The other 11 give something from nothing. I sit here looking for an answer. Maybe the biggest question was in the last chapter. You gave me the കോറിഡോറിലൂടെ നടന്ന് നമ്മൾ ആദ്യം ചെല്ലുന്നത് ഒരു വിശാലമായ ഒരു ഹാളിലേക്കാണ്. അവിടെ സൈഡിലായിട്ട് ജാക്ക് നിൽപ്പുണ്ട്. പിന്നെ നല്ലൊരു സ്റ്റെയർ കേസ് ഉണ്ട്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. പിന്നെ അവിടെ നടുക്കായിട്ടൊക്കെ ഒരു ഫ്ലവർ വേസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. സൈഡിലൊക്കെ സീറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറേ സോഫാസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് ഒരു കപ്പലിലിരിക്കുന്ന പോലെയുള്ള ഒരു ഫീലിംഗിൽ ഫോട്ടോസൊക്കെ എടുക്കാം. നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് അടുത്ത കാഴ്ചകളിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് കപ്പലിനുള്ളിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. life lessons come one in a dozen. The other 11 give something from nothing. Life lessons come one in a നമ്മൾ അങ്ങനെ കോറിഡോറിലൂടെ നടന്ന് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരു റൂം കാണാം. അത് റോസിന്റെ റൂമാണ്. ടൈറ്റാനിക്കിൽ ഫിലിമിലൊക്കെ കാണുന്നത് പോലെ കുറേ പെയിന്റിങ്സും ഒക്കെ ആയിട്ട് റോസ് ഒരു സോഫയിൽ കിടക്കുന്ന ഒരു രൂപത്തിലാണ് ഈ ഒരു സെറ്റിംഗ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സെറ്റിംഗ് ഒക്കെയാണ്. ഇനി നമ്മൾ പോകുന്നത് കപ്പലിന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുള്ള ഒരു ഹാളിലേക്കാണ്. ഇവിടെ കപ്പലിന്റെ ഒരു ചെറിയ മോഡൽ വെച്ചിട്ടുണ്ട്. ഇവിടെ കയറി നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. നമ്മൾ ടൈറ്റാനിക്കിൽ ജാക്കും റോസും ഒക്കെ നിന്ന് എടുത്ത കണക്കുള്ള ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. ഈമുക്കുട്ടിയാണെങ്കിൽ ഫോട്ടോസ് എടുക്കാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കപ്പലിൻ്റെ കയറി നിന്ന് അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ആൾ തിരിച്ചു വരുന്നില്ലായിരുന്നു. അവിടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചുറ്റും ഒരുപാട് ഫോട്ടോസ് ഈ കപ്പൽ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ടൈറ്റാനിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. സമയമെടുത്ത് അതൊക്കെ നോക്കി കാണാവുന്നതാണ്. ഈ ഹാളിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്തായിട്ട്
ഇങ്ങനെ ഒരു ലൈഫ് ബോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെയും ഫോട്ടോ എടുക്കാനുള്ള ഒരു ഫെസിലിറ്റിയാണ്. അതായത് നമ്മുടെ ടൈറ്റാനിക് കപ്പൽ മറിയുന്ന സമയത്ത്, മുങ്ങുന്ന സമയത്ത് അവിടെ നമുക്ക് രക്ഷപ്പെടാനുള്ള ലൈഫ് ബോട്ടുകൾ പോകുന്നതും അതിൽ ഒരു ബോട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ രീതിയിൽ അവർ മനോഹരമായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജാക്കിൻ്റെയും റോസിൻ്റെയും ഡ്രസ്സൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ കപ്പലിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ഗുണ കേവിലേക്കാണ്. അടുത്തൊരു സെക്ഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആംബിയൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി പോകുന്നത് കേവിനകത്തൂടെയാണ്. കപ്പലിനുള്ളിൽ നമ്മൾക്ക് ടൈറ്റാനിക്കിലെ സോങ്സും അതിൽ കുറേ ഡയലോഗ്സും ഒക്കെയാണ് കേൾക്കുന്നതെങ്കിൽ ഗുണ കേവിനകത്തോട്ട് കയറുമ്പോൾ നമുക്ക് നമ്മുടെ കമൽഹാസൻ്റെ പാട്ടാണ് കേൾക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മഞ്ഞുമേൽ ബോയ്സിലെ കുറേ ഡയലോഗ്സും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കുറേ ഉണ്ട് കേട്ടോ നടക്കാനായിട്ട്. ചുറ്റി കേവ് തീരുന്നില്ല എന്ന് തോന്നും, അത്രയും അങ്ങനെ കുറേ വളവും തിരിവൊക്കെ ഉണ്ട്. നല്ല ഇരുട്ടാണ്. ഇടയ്ക്ക് ഇവരിങ്ങനെ സ്പോട്ട് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഫോട്ടോസ് എടുക്കാനുള്ള കുറച്ച് പ്ലേസസും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വെട്ടം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇരുന്ന് എങ്ങനെ ഫോട്ടോ എടുക്കുമെന്നറിയില്ല. നല്ല ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടും. അങ്ങനെ കേവിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ഒരു നടുക്കായിട്ടൊരു ഉണങ്ങിയ മരം നിൽപ്പുണ്ട്. പിന്നീട് കുറച്ച് വെള്ളമൊക്കെ വരുന്ന ഒരു ചെറിയൊരു വാട്ടർഫോൾ പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ കേവ് അത്രേ ഉള്ളൂ, കുറേ നടക്കാനുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഒരു പ്ലേസുമായിട്ട് വന്നിട്ട് പിന്നീട് നമ്മൾ കടകളാണ് വരുന്നത്, സ്റ്റോൾസ് ആണ് വരുന്നത്. സ്റ്റോൾസ് പറയുകയാണെങ്കിൽ കുറച്ചേ ഉള്ളൂ. പിന്നെ കുറച്ച് സ്പേസ് വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. അതായത് ഇനിയും കുറേ ഷോപ്സും കൂടെ അവിടെ വരാനുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ നോർമലി കാണുന്ന ഒരു എന്താ പറയുക, നമ്മൾ ആശ്രമ മൈതാനത്ത് ഇതുവരെ വന്നിട്ടുള്ള എക്സിബിഷൻസ് വെച്ച് നോക്കുമ്പോൾ സ്റ്റോൾസ് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. സ്റ്റോൾസ് കുറവാണെങ്കിലും അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ആദ്യമേ തന്നെ കാണുന്ന ഒരു ബുക്ക് സ്റ്റോളാണ്. പിന്നെ ഫാൻസി സ്റ്റോറായിട്ടും ഒന്ന് രണ്ട് ഫാൻസി സ്റ്റോഴ്സ് ഉണ്ട്. ടോയ് ഷോപ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരു സ്റ്റോളുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ വിൽക്കുന്ന സ്റ്റോളുണ്ട്. അതുപോലെ തന്നെ മിഠായിസ്, പല രീതിയിലുള്ള പഴയ കാലത്തെ മിഠായിസ് ഒക്കെ വിൽക്കുന്ന കടയുണ്ട്. പിന്നെ ഒരു മൊബൈൽ ഷോപ്പ്, മൊബൈലിൻ്റെ കവറൊക്കെ മേടിക്കുന്ന കട ഞാൻ കണ്ടു. ചെറിയ ഫുഡ് കോർട്ടാണ് ഇവിടെ ഉള്ളത്. വിശാലമായ ഫുഡ് കോർട്ടൊന്നും അല്ല, ചെറിയൊരു ഫുഡ് കോർട്ടാണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം പാനിപൂരി, പിന്നെ ബജ്ജീസ്, ഐസ്ക്രീം, അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ ഫുഡ് കോർട്ട്. അതിനുശേഷം നമ്മൾ കിടക്കുന്നത് അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കാണ്. പുറത്തേക്ക് കിടക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഒരു ഫാമിലി ഫൺ ഏരിയ ആണ്. നമുക്ക് പേയ്മെന്റ് കൊടുത്തിട്ട് നമ്മൾ റിങ്സ് ഒക്കെ ഇട്ട് അതിൽ പ്രൈസ് അടിക്കുന്നത്, വിൻ ചെയ്യുന്നത് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ റൈഡ്സ് ഉണ്ട്, കുറേ വരാനും ഉണ്ട്. ഞങ്ങൾ പോയത് അതായത് ഉദ്ഘാടനം ചെയ്തതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് പോയത്. അപ്പോൾ കുറേ ഇനിയും വരാനുണ്ട്. പിന്നെ ജയന്റ് വീലുണ്ട്. അത് കണക്കൊരു ഗോസ്റ്റ് ഹൗസ് ഉണ്ട്. നമ്മൾ കയറിയില്ല, കുഞ്ഞുമായിട്ട് പോയതുകൊണ്ട് ഇനി അവൾ പേടിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനകത്തോട്ട് കയറിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് കൊല്ലത്തുള്ളവനൊരു വ്ളോഗർ വന്ന് ചോദിച്ചിരുന്നു നിങ്ങളുടെ അഭിപ്രായം പറയാനായിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞത് 100 റുപ്പീസിന് വെർത്തല്ല എന്നാണ്. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോഴാണ് ഇവർക്ക് ഈ ടാക്സ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു 84 രൂപയാണ് ഈ ടിക്കറ്റിൻ്റെ പുറത്ത് കിട്ടുന്നത്. അപ്പോൾ ഈ സെറ്റപ്പ് എല്ലാം കൂടെ വെച്ചിട്ട് ഇത് വെർത്ത് തന്നെയാണ്. ലാസ്റ്റ് നമ്മൾ പോകുന്ന ഒരു സ്റ്റേജിൻ്റെ ഒരു സൈഡിലായിട്ട് ജെൻസിനും ലേഡീസിനും ടോയ്ലറ്റ് ഫെസിലിറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ വേറെ ഒന്നിനും കണ്ടിട്ടില്ല, ഇനി ഞാൻ മിസ് ചെയ്തതാണോ എന്നറിയില്ല. പക്ഷേ ഇവിടെ അത് ഞാൻ കണ്ടു. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് തോന്നി.
അതുപോലെ തന്നെ അവിടെ അവരുടെ എക്സിബിഷൻ ഓഫീസിനോട് ചേർന്ന് തന്നെ ഒരു ഫീഡിംഗ് റൂമും അവൈലബിൾ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സിബിഷൻ ഗ്രൂപ്പായ DJ അമ്യൂസ്മെൻ്റ് ആണ് ഈ ഒരു ടൈറ്റാനിക്കും ഗുണ കേവ് അമ്യൂസ്മെൻറ്റ് പാർക്കുമായിട്ടുള്ള ഈ ഒരു കൊല്ലം മഹോത്സവം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എക്സിബിഷന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് വീക്ക് ഡേയ്സ് ആയാലും വർക്കിംഗ് ഡേയ്സ് ആയാലും വൈകിട്ട് 4 മണി മുതൽ രാത്രി 10 മണി വരെയാണെന്നാണ് അറിഞ്ഞത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഡിസംബർ 5-ന് തുടങ്ങിയിട്ട് 45 ദിവസത്തേക്കാണ്. അതായത് ഏകദേശം ജനുവരി 20 വരെയാണ്, 2025 ജനുവരി 20 വരെ ഈ എക്സിബിഷൻ ഇവിടെ ഉണ്ടാകുമെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഈ ക്രിസ്മസിന് കുട്ടികളും ഒക്കെ ആയിട്ട് നമുക്ക് പോകാൻ പറ്റിയ നല്ലൊരു എക്സിബിഷനാണ് ഇവിടെ കൊല്ലത്ത് ആശ്രാമ മൈതാനത്ത് നടക്കുന്ന കൊല്ലം മഹോത്സവം. അപ്പോൾ എല്ലാവരും പോകണം, ആരും മിസ് ചെയ്യരുത്.